ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ റവ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ച ഉടനെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ പെട്ടെന്ന് തന്നെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. റവ ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മളെ പായസം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി പായസം സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബദാമിൻ്റെ സ്ലൈസസൊക്കെ കുറച്ചൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു റവ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.